കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഉച്ചപൂജ തൊഴുതു. നല്ല സന്തോഷമായി. ഇന്ന് ഉച്ചപൂജ ഉണ്ടായത് മേൽശാന്തിയാണ്, പള്ളിശ്ശേരി മധുസൂദനൻ നമ്പൂതിരി. ഇന്ന് കളഭാലങ്കാരുണ്ടായത് പൊട്ടക്കുഴി ശ്രീനാഥോദിക്കനാണ്. നല്ലൊരു പൊന്നുണ്ണിക്കണ്ണനെ ശ്രീലകത്ത് ചാർത്തിയിട്ടുണ്ട് കേട്ടോ. ഊഞ്ഞാലാടുന്ന പൊന്നുണ്ണിക്കണ്ണനാണ്. അതിൻ്റെ കൂടെ രാധാസമേതനാണ്. രാധാസമേതനായ രാധാകൃഷ്ണനാണ്. വളരെ സന്തോഷമായിട്ട്, വളരെ എന്താ പറയുക, സ്നേഹത്തോടെ പ്രേമത്തോടെ ഇരിക്കുന്ന രണ്ട് കാലൊക്കെ ഇങ്ങനെ തൂക്കിയിട്ട് കാലുമ്മിലെ കാൽത്തടകളൊക്കെ ഇങ്ങനെ കാണാനുണ്ട്. ആ പട്ട് ഞൊറിഞ്ഞെടുത്തിട്ടേ, മഞ്ഞ പീതാംബരം ഇങ്ങനെ ഞൊറിഞ്ഞെടുത്തിട്ട് ഇരിക്കുകയാണ്. കാല് തൂക്കിയിട്ടിട്ട് ഇങ്ങനെ ആ ഇടത്തെ കൈ കൊണ്ട് ഇങ്ങനെ രാധാദേവീനെ അങ്ങനെ പിടിച്ചിട്ടുണ്ട് ഒരു കൈ കൊണ്ട്. ഇപ്പുറത്ത് വലത്തെ കൈ കൊണ്ട് ഊഞ്ഞാലിൻ്റെ മുകളിലും പിടിച്ചിട്ടുണ്ട്. രാധാദേവി ആണെങ്കിലോ അതിസുന്ദരിയായിട്ടാണ്. ഗോപികമാരുടെ പോലെ തലയിലൊക്കെ മൂടിയ ഇത് എന്താ പറയുക, അതൊക്കെ ഒരു മുണ്ടിങ്ങനെ തലയിൽ ആ സാരിയുടെ ഇങ്ങനെ ഇടില്ലേ ഗോപികമാർ, അതേമാതിരിയൊക്കെ ഇട്ടിട്ടാണ് ഇരിക്കുന്നത്. അതിസുന്ദരി എന്ന് പറഞ്ഞാൽ അതിസുന്ദരിയാണ്. അത് നല്ല കാലുമ്മിലൊക്കെ പാദസരമൊക്കെ കാണാനുണ്ട്. നല്ല മാലയൊക്കെ ചാർത്തിയിട്ട് ഇങ്ങനെ നല്ല കാഴ്ചയ്ക്ക് നല്ല സന്തോഷമായിട്ടാണ് രണ്ടാളും കൂടി ഒരു പ്രേമഭാജനത്തോടുള്ള കടാക്ഷത്തോടു കൂടിയാണ് ഇരിക്കുന്നത്. വളരെ കേമായിട്ടുണ്ടത്. ആ ഒരു കടാക്ഷം ഭക്തർക്ക് അങ്ങോട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണെന്ന് ശ്രീകോവിലിൻ്റെ അകത്ത്. അത് നല്ല രസമായിട്ടുണ്ട് കാഴ്ച. 3 പീലിയൊക്കെ ഉണ്ട്. പീലിത്തിരിമുടിയുടെ മുകളിൽ പീലിയൊക്കെ ഉണ്ട്. സ്വർണ്ണ ഗോപിയുണ്ട്. വളരെ രസമായിട്ടിങ്ങനെ ചാർത്തിയിട്ടുണ്ട് കേട്ടോ. ശ്രീനാഥോദിക്കൻ ചെയ്യുമ്പോൾ നന്നായിട്ട് അതിങ്ങനെ ചെയ്യും. മേൽശാന്തി കൂടിയല്ലേ, അപ്പോൾ ആള് അലങ്കാരപ്രിയനാണ്. അപ്പോൾ അതിൻ്റെ ഓരോ മൂലയൊക്കെ അങ്ങനെ ചെയ്തിട്ട് നല്ല രസമായിട്ടിങ്ങനെ ചാർത്തിയിട്ടുണ്ടെന്ന്. വളരെ കേമായിട്ടാ കാഴ്ച. എന്തായാലും എല്ലാവരും കൂടി നമുക്ക് ഗുരുവായൂർ പോവല്ലേ? ഞാൻ പോരും കേട്ടോ. നമ്മൾ ഗുരുവായൂർക്ക് അങ്ങോട്ട് കിടക്കുകയാണ്. ഗുരുവായൂരെത്തി. തിരക്കിനൊന്നും കുറവില്ല, തിരക്കുണ്ട്. അങ്ങനെ പോയി നമ്മൾ ആ ഗോപുരവാതിലൊക്കെ തുറന്നു. അങ്ങനെ കിടന്നു. ഗോപുരവാതിൽ കഴിഞ്ഞു. കൊടിമരത്തിൻ്റെ അവിടുത്തെ ആ വാതിൽ മാടത്തിൻ്റെ അവിടെ എത്തി. അങ്ങനെ കയറാൻ നിൽക്കണം. അങ്ങനെ കയറുകയാണ്. അങ്ങനെ നമ്മൾ കയറുമ്പോൾ അതാ ഒരു നല്ല ആ ഒരു എന്താ പറയുക, അങ്ങോട്ട് കയറും വലത് കാലെടുത്ത് വയ്ക്കുമ്പോൾ തന്നെ നമുക്കൊരു പുതിയ അനുഭൂതി. എത്ര തിരക്കുണ്ടെങ്കിലും കൂടി ആ തിരക്കിനിടയിലൂടെ ആ ഗുരുവായൂരപ്പനെ, ആ രാധാകൃഷ്ണനെ ഒന്ന് കാണാനുള്ള ഒരു സൗഭാഗ്യം ആ നെയ്വിളക്കിൻ്റെ പ്രഭയിലിങ്ങനെ കാണുമ്പോഴേ, ഊഞ്ഞാലിന്മേലിരിക്കുന്ന രണ്ടാളെ ഇങ്ങനെ കാണുന്നു. അങ്ങനെ നമ്മൾ ആ സൈഡിലൂടെ ഇങ്ങനെ നടന്ന് പോരുകയാണ്. ഇന്ന് കുറച്ച് സമാധാനമൊക്കെ ഉണ്ട്. വലിയ ആളുകളൊന്നുമല്ല, ഒക്കെ കുറച്ചൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന തരത്തിലുള്ള ആളുകളാണ്, നമ്മളെപ്പോലെയൊക്കെയുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് ദർശനം വളരെ സുഖമാണ്. അപ്പോൾ അങ്ങനെ കണ്ട് നമ്മൾ പ്രാർത്ഥിച്ച് അങ്ങനെ നടന്ന് ആ മണ്ഡപത്തിൻ്റെ അവിടെ എത്തി. അവിടെയൊക്കെ കുറച്ച് നേരം നമുക്ക് നിൽക്കാൻ പറ്റുന്നുണ്ട്. അപ്പം അങ്ങനെ ആ ഗുരുവായൂരപ്പനെ നോക്കി കാണുമ്പോഴാണ് നമ്മൾ ഈ അരമണി കിങ്ങിണിയൊക്കെ കാണുന്നത്. ആ ഒരു ഇരുത്തം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, പ്രേമപരവശനായിരിക്കുന്ന രാധാകൃഷ്ണ സ്വരൂപം അതിനെ കാണുന്നു. അങ്ങനെ കണ്ട് നമ്മളിങ്ങനെ തൊഴുത് നമ്മൾ സോപാനപ്പടിയുടെ അവിടേക്ക് എത്തി. അവിടെ നിന്ന് നമ്മൾ ഗുരുവായൂരമ്പലത്തിലെ ഗുരുവായൂരപ്പനെ അങ്ങനെ കണ്ട്
നമ്മളെല്ലാ വിഷമങ്ങളും സന്തോഷങ്ങളും സന്താപങ്ങളും എല്ലാ തൃപ്പടിയിൽ അങ്ങോട്ട് ഇറക്കി വയ്ക്കുകയാണ്. അപ്പം എല്ലാവരും മനസ്സുകൊണ്ട് എൻ്റെ കൂടെ പോകുന്നു. ഇപ്പോൾ നമ്മൾ ആ തൃപ്പടിയിൽ എത്തിക്കുകയാണ് കേട്ടോ. ആ കാലിൻ്റെ ചുവട്ടിൽ എത്തി രാധാകൃഷ്ണ സ്വരൂപത്തിൻ്റെ. നമ്മളങ്ങോട്ട് നോക്കി നമ്മളെ എല്ലാ വിഷമങ്ങളും ആ ഒരു കാഴ്ച കണ്ടാൽ തന്നെ നമ്മളെല്ലാ വിഷമങ്ങളും മാറും. അത്രയ്ക്കും മഹത്തരമായൊരു കാഴ്ചയാണ്. ആ കാഴ്ചയാണ് കാണുക, പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഇനി നമ്മളിങ്ങനെ തിരിച്ച് ഇറങ്ങുകയാണ്. അങ്ങനെ ആ ഗണപതിയുടെ അവിടെ എത്തുന്നു. സരസ്വതി അറയിലേക്കൊന്ന് നോക്കി ഗണപതിക്കൊന്ന് തട്ടു. അങ്ങനെ നമ്മൾ ഒന്ന് റൗണ്ട് ചെയ്ത് ഭഗവാന്റെ പിന്നിൽ വന്നിട്ട് നമ്മളൊന്ന് സാഷ്ടാംഗ നമസ്കാരം ചെയ്യണം. അതും കഴിഞ്ഞ് അനന്തശായിയായ അനന്തപത്മനാഭനെ വണങ്ങണം. അത് കഴിഞ്ഞ് ആ സൈഡിലൊക്കെ ഉള്ള ദശാവതാര വിഗ്രഹങ്ങളെയൊക്കെ നോക്കി ഹനുമാൻ സ്വാമിയൊക്കെ നോക്കിയിട്ട് ഹനുമാൻ്റെ ആ കുങ്കുമൊക്കെ എടുത്തൊന്ന് തൊട്ടു. അങ്ങനെ നമ്മൾ കോവിലിൻ്റെ താമരക്കണ്ണൻ്റെ അവിടേക്ക് വരുന്നു. താമരക്കണ്ണനെ കണ്ടു. അതും കഴിഞ്ഞ് മണിക്കിണറിൻ്റെ അവിടെ ആ ഭഗവാൻ നൃത്തം ചെയ്യുന്ന സ്ഥലത്തെ ആ വിളക്ക് നോക്കി തൊഴുതു. ഒന്നവിടെ ഇരുന്നു നേരെ വടക്കേ നടയിലൂടെ പുറത്തേക്ക്. ഇനി ഇടത്തരികത്ത് കാവിൽ അമ്മയും തൊഴുത് അയ്യപ്പസ്വാമിയും തൊഴുത് നമ്മൾ പുറത്തേക്ക് പോരാ കേട്ടോ. ഹരേ കൃഷ്ണ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ.